ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജീവന്റെ പരിപോഷകരും സംരക്ഷകരുമായി മാറുവാൻ സാധിക്കുമെന്ന് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്. ലഹരിയുടെ അപകടങ്ങളിലേക്ക് വീണുപോകാവുന്ന യുവതലമുറയെ കൈപിടിച്ചുയർത്താനും കഴിയണമെന്ന് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ കോട്ടയം അതിരൂപത തല ഉദ്ഘാടനം തള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു പരാമർശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജീവന്റെ പരിപോഷകരും സംരക്ഷകരുമായി മാറുവാൻ സാധിക്കുമെന്നും അതേസമയം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവിൽ പ്രവർത്തിക്കുവാനും ലഹരിയുടെ അപകടങ്ങളിലേക്ക് വീണുപോകാവുന്ന യുവതലമുറയെ കൈപിടിച്ചുയർത്തുവാനും കഴിയണമെന്നും കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ആവശ്യപ്പെട്ടു. ലഹരിമുക്ത സമൂഹ നിർമ്മിതിയോടൊപ്പം യുവതലമുറയ്ക്ക് കരുതലൊരുക്കുന്നതിനുമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യയുടെയും KCBCയുടെയും സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിഭാവനം ചെയ്ത് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ കോട്ടയം അതിരൂപത തല ഉദ്ഘാടനം തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. അതിരൂപത ടെമ്പറൻസ് കമ്മീഷൻ ചെയർമാൻ റെവറന്റ് ഫാദർ മാത്യു കുഴിപ്പള്ളിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം നർക്കോട്ടിക് DYSP C. ജോൺ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് PA ബാബു പറമ്പെടുത്ത് മലയിൽ, അതിരൂപത ഫാമിലി കാറ്റഗിസം കമ്മീഷൻ ചെയർമാൻ ഫാദർ ബ്രസൻ ഒഴുങ്ങാലിൽ, സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രസിഡന്റ് ടോം തോമസ് നന്ദിക്കുന്നിൽ, ജ്ഞാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ഇടയ്ക്കാട്ട് ഫൊറോന പ്രസിഡന്റ് JC വെള്ളാപ്പള്ളിയിൽ, സജീവം പദ്ധതി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആൽബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. അതിരൂപത തല ചടങ്ങിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തപ്പെട്ടു. ഷിഗ്യാന ന്യൂസ്, കോട്ടയം.